ഇന്ന് എഗ്ലോണിമയുടെ കെയറും അതിൻ്റെ പോട്ടി മിക്സും ഒക്കെയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ എഗ്ലോണിമ വളർത്തുന്ന എഗ്ലോണിമ ഇഷ്ടപ്പെടുന്ന ഏതൊരാളും ഈ വീഡിയോ മുഴുവനായി സ്കിപ്പ് ചെയ്യാതെ കാണണം. നമ്മുടെ ഒരുപാട് കസ്റ്റമേഴ്സ് ചോദിക്കുന്നുണ്ട് എന്താണ് പോട്ടി മിക്സ്, അല്ലെങ്കിൽ പ്ലാന്റ്സുകൾ പെട്ടെന്ന് ചീഞ്ഞു പോകുന്നു, അഴുകി പോകുന്നു, അവയൊന്നും വളരുന്നില്ല. ചില പുതിയ കസ്റ്റമേഴ്സ് പ്രത്യേകിച്ച് കേട്ടോ. അപ്പോൾ അവരൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളൊരു പ്ലാന്റ് വാങ്ങുമ്പം അതിൻ്റെ കെയർ അറിയാതെ വാങ്ങിയിട്ട് ഒരു കാര്യവുമില്ല. നമ്മൾ ഒരുപാട് ക്യാഷ് കൊടുത്തിട്ടാണ് എഗ്ലോണിമ പ്ലാന്റ്സ്, ഒരു ലക്ഷറി പ്ലാന്റാണ്, കോസ്റ്റ്ലി പ്ലാന്റാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിന് ശരിയായിട്ടുള്ള പോട്ടി മിക്സ്, അത് അധികം നേഴ്സറിക്കാരും അധികം ആൾക്കാരും നമുക്ക് പറഞ്ഞു തരാത്ത ഒരു പോട്ടി മിക്സാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഈ ഒരു പോട്ടി മിക്സ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പ്ലാന്റും ചീഞ്ഞു പോവുകയോ അല്ലെങ്കിൽ ഡാമേജ് ആയി പോവുകയോ ഇല്ല. അപ്പോൾ ഇന്തോനേഷ്യയിൽ അവരൊക്കെ യൂസ് ചെയ്യുന്ന പോട്ടി മിക്സ് ഇതാണ്. അപ്പോൾ ഞാൻ എങ്ങനെയാണെന്നുള്ളത് ഫസ്റ്റ് മുതൽ കാണിക്കാൻ, നിങ്ങൾ ശ്രദ്ധിച്ച് കാണാം. നമ്മൾ ഫസ്റ്റ് പോട്ട് എടുക്കുമ്പം എഗ്ലോണിമ പ്ലാന്റ്സ് ഒരു ഇൻഡോർ പ്ലാന്റാണ്. അവ കായ്ക്കുകയോ അല്ലെങ്കിൽ പൂക്കുകയോ ചെയ്യുന്ന പ്ലാന്റ്സുകളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ചെറിയ പോട്ടുകൾ മതി. ഈ ചെറിയൊരു സീഡ്ലിങ്സ് ഒക്കെ ആണെങ്കിൽ ഇതാ കാണുന്നുണ്ടാവും, ഒരു 4 ഇഞ്ച് 3 ഇഞ്ച് പോട്ടാണ് നിങ്ങൾ എടുക്കേണ്ടത്. അതിൻ്റെ ഹൈറ്റും അത്ര തന്നെ, അങ്ങനെയുള്ള പോട്ടുകൾ എടുക്കേണ്ടത്. ഇനി എല്ലാം ഒരു മീഡിയം സൈസ് പ്ലാന്റ്, അതായത് ഇതാ ഈ ഒരു മീഡിയം സൈസ് പ്ലാന്റ് കണ്ടില്ലേ, അത്യാവശ്യം വലിപ്പമുള്ള ഒരു മീഡിയം സൈസ് പ്ലാന്റ് എടുക്കുമ്പം നമ്മൾ എടുക്കേണ്ട പോട്ടിൻ്റെ ഇഞ്ച് എന്ന് പറയുന്നത് ഇതാ ഈ ഒരു ഇഞ്ചാണ് കേട്ടോ. ഒരു 5 ഇഞ്ച് പോട്ട് അത്ര മതി, അതിൽ കൂടുതൽ വേണ്ട. അതുപോലെ തന്നെ താഴത്തേക്കും അത് തന്നെ ആയിരിക്കും ഉണ്ടാകുക. എന്നിട്ട് നിങ്ങൾക്ക് ഇത് ഒരു വലിയ വെള്ള പോട്ടിലേക്ക് നിങ്ങൾക്ക് ഇറക്കി വെക്കാം. പിന്നെ പ്ലാന്റ് പിടിച്ച് സെറ്റ് ആയതിന് ശേഷം, വളർന്ന് നല്ല ഗ്രോത്ത് ആയതിന് ശേഷം മാത്രം, അതായത് 1-2 ആഴ്ച അല്ലെങ്കിൽ 1 മാസം 2 മാസമൊക്കെ കഴിഞ്ഞ് പ്ലാന്റ് ഉഷാറായി നല്ല വലുതായി മദർ പ്ലാന്റ് വലിയ പ്ലാന്റായി മാറ്റുമ്പോൾ നിങ്ങൾക്ക് വലിയ പോട്ടിലേക്ക് സൈസ് അനുസരിച്ച് മാറ്റാം. ഇനി ഞാൻ പോട്ടി മിക്സ് ആണ് കേട്ടോ പറയാൻ പോകുന്നത്. ഇപ്പം ഞാനൊരു 5 ഇഞ്ചിൻ്റെ പോട്ടാട്ടോ എടുക്കുന്നത്. കണ്ടില്ലേ, ഇതാണ് വലിപ്പം. നല്ല ഹോളുമാണ് കേട്ടോ, ഒരുപാട് ഹോൾ ഇടണം, കാരണം വാട്ടർ ഇതിന് തീരെ പറ്റില്ല. അപ്പോൾ വാട്ടർ അത്രയും താഴ്ന്നു പോകണം, അതിന് വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് കല്ലുകളാണ് കേട്ടോ, ഇങ്ങനത്തെ പീസ് കല്ലുകൾ. അത് നമ്മൾ ഈ പോട്ടിൽ നിറയ്ക്കുക. കണ്ടില്ലേ, നിറച്ചെടുക്കുക. ഈ ഹോൾ അടിഞ്ഞു പോകാണ്ടിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മൾ പോട്ടി മിക്സ് തയ്യാറാക്കാൻ കേട്ടോ. ഫസ്റ്റ് നമ്മൾ എടുക്കുന്നത് 1 കപ്പ് മണലാണ് കേട്ടോ, 1 കപ്പ് മണൽ. പിന്നെ നമ്മൾ എടുക്കുന്നത് പെർലൈറ്റ് ആണ്. ഇത് കടകളിലൊക്കെ വാങ്ങാൻ കിട്ടും പെർലൈറ്റ്. ഇത് വാട്ടർ പിടിക്കാനും പിന്നെ ഇതാക്കാനൊക്കെ ഉള്ള ഒരു പ്ലാന്റാണ്, അതായത് നല്ല എയർ പാസേജ് കിട്ടും ഇത് ഇട്ടിട്ടുണ്ടെങ്കിൽ. ഇതും 1 കപ്പ് ഇടാം. അടുത്തതായിട്ട് നമ്മൾ ഉമ്മിയാണ് എടുക്കുന്നത് കേട്ടോ. ഇത് നമ്മൾ സ്റ്റീംഡ് റൈസ് ഹസ്ക് എന്നാണ് പറയുക. ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇടുന്നുണ്ട്. ഫ്ലിപ്കാർട്ടിൽ നിന്ന് ആമസോണിൽ നിന്നൊക്കെ നമുക്കിത് വാങ്ങാൻ കിട്ടും. ഇത് ഏറ്റവും നല്ലതാണ് ഉമി. പിന്നെ ഉമി നമ്മൾ ഇതിലേക്ക് ഇടാണ്. പിന്നെ ഇടുന്നത് വെർമിക്കുലേറ്റ് ആണ് കേട്ടോ, വെർമി കമ്പോസ്റ്റ് അല്ല. എഗ്ലോണിമക്ക് നല്ലൊരു പിന്നെ ഗ്രോത്തിനും വളർച്ചയ്ക്കൊക്കെ നല്ലതാണിത്. വെർമിക്കുലേറ്റ് നാട്ടോ ഇത് പറയും. ഇത് കുറച്ച് മതി കേട്ടോ, ഈ ചെറിയൊരു 1/4 കപ്പ് മതി. ഇത് ഓപ്ഷണലാണ്, നിർബന്ധമില്ല. ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടിയത് ഉമിയും പെർലൈറ്റും മണലുമാണ്. മണലും സ്കിപ്പ് ചെയ്യുക. ഉമിയും പെർലൈറ്റും മാത്രമാണ് ഏറ്റവും നല്ലത് എന്നാണ് അവരെല്ലാം പറയുന്നത്. മണൽ നമുക്ക് വേണമെങ്കിൽ കുറച്ചെല്ലാം കൂട്ടാം. അപ്പോൾ ഇത്രയും ഇട്ടിട്ടോ. ഇനി നമുക്ക് വേണ്ടത് സാഫാണ് കേട്ടോ. സാഫ് ഒരു ഫംഗിസൈഡാണ്. പിന്നെ അപ്പോൾ പ്ലാന്റിന് ഡാമേജും അല്ലെങ്കിൽ ബാക്ടീരിയൽ ഫംഗിസൈഡ് അങ്ങനെയൊക്കെ റിമൂവ് ചെയ്യാനും ഏറ്റവും ഗ്രോത്തിനൊക്കെ നല്ല സാധനമാണ് സാഫ്. ഇത് നമ്മൾ കുറച്ച് ഇത് നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും. ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് എല്ലാത്തിൻ്റെ വിടാം. ഇതൊരു സ്പൂണ് മതി നമുക്ക്. ഈ ഒരു സ്പൂണ് നമ്മൾ ഇതിലേക്ക് പോട്ടി മിക്സിലേക്ക് ഇടാം കേട്ടോ. എന്നിട്ട് നമ്മൾ അതെല്ലാം കൂടി മിക്സ് ചെയ്യുക. ഇതെല്ലാം കൂടി നമ്മൾ ഇങ്ങനെ മിക്സ് ചെയ്യട്ടോ. കണ്ടോ, നല്ലൊരു പോട്ടി മിക്സ് ആണിത്. നല്ല എയർ പാസേജും ഉണ്ടാവും, വെള്ളമെല്ലാം വാർന്ന് പോവുകയും ചെയ്യും ഈ പോട്ടി മിക്സിൽ. അതിനുശേഷം നമ്മളിതാ ഞാൻ പറഞ്ഞ മാതിരി കല്ലൊക്കെ അടിയിൽ പാകിയിട്ടുള്ളൊരു കല്ലെടുത്ത് വെച്ചതിന് ശേഷം ഈ പോട്ടി മിക്സ് പകുതി ഇങ്ങനെ കുറച്ചിടാം. എന്നിട്ട് നിങ്ങൾക്ക് ഏത് പ്ലാന്റാണോ പോട്ട് ചെയ്യുന്നത്, ഇപ്പോൾ ഞാനിതൊരു ബ്ലാക്ക് ലെഗസി എടുക്കാം കേട്ടോ. ഇത് സെയിലിനുള്ള പ്ലാന്റാണ് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റി പ്ലാന്റാണ്. ചെറിയ റേറ്റുകളും 200-250 ഒക്കെ ഉള്ളതും, ഷൂട്ടുള്ളതും ഷൂട്ടില്ലാത്തതും എല്ലാം ഉണ്ട്. കണ്ടില്ലേ, നല്ലൊരു പ്ലാന്റാണ്. അതിന് ഞാൻ പോട്ടി മിക്സിൽ ഇതാ വെച്ചിരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഈ പോട്ടി മിക്സ് ഫുള്ള് നിറയ്ക്കുകയാണ് കേട്ടോ ഇതിലേക്ക് ഇട്ടിട്ട്. അതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതിങ്ങനെ ടാപ്പ് ചെയ്യാം. കണ്ടില്ലേ,
ഇപ്പം നമ്മൾ പോട്ട് ചെയ്ത് കഴിഞ്ഞ് ഇനി നമ്മൾ ഒരു കപ്പ് വെള്ളം പാർന്നാൽ, ഒരു കപ്പ് വെള്ളം നമ്മൾ പാർന്നിട്ടുണ്ടെങ്കിൽ അത് താഴത്തേക്ക് വരണം. അതാണ് ഇതിൻ്റെ ഡ്രൈനേജ് എന്ന് പറയുന്നത്. അപ്പം ഞാനിതാ ഒരു കപ്പ് വെള്ളം ഒഴിക്കാറ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണാം കണ്ടോ വെള്ളം വരുന്നത്. ഇങ്ങനെ വെള്ളം വന്നിരിക്കണം. അതായത് നമ്മളൊരു കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കപ്പ് വെള്ളവും താഴത്തേക്ക് തന്നെ വന്നിട്ട് ഇതിനൊരു ചെറിയ നനവിൽ നിൽക്കാൻ പാടുള്ളൂ. അല്ലാതെ വെള്ളം കെട്ടി നിൽക്കുന്നത് കൊണ്ടാണ് പ്ലാന്റുകൾ ഡാമേജായി പോകുന്നത്. ഇത് ഒരു ഷെയ്ഡിലേക്ക് വെക്കുക. ഇനി ഒരു 4-5 ദിവസം കഴിയുമ്പോൾ ഇത് ഡ്രൈ ആകുമ്പോൾ മാത്രം വെള്ളം കൊടുത്താൽ മതി. ഇപ്പം പ്ലാന്റ് ഒരിക്കലും വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു അവസ്ഥ വരില്ല. വെള്ളം ഉറ്റിക്കൊണ്ടിരിക്കുന്ന കണ്ടില്ലേ, കാരണം ഇതിലൊന്നും വെള്ളം പിടിക്കുന്ന ഒരു മിശ്രിതവും ഇല്ല. ഉമ്മി, പെർലൈറ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെയാണ് നമ്മളൊരു പ്ലാന്റ് പോട്ട് ചെയ്യേണ്ടത്. ഇനി ഒരു മാസത്തിന് ശേഷം പിന്നെ 19 അതുപോലെ സീവീഡ് എന്ന വളങ്ങളൊക്കെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. ഓക്കെ, ഇന്ന് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ് കേട്ടോ കാണിക്കുന്നത്. എഗ്ലോണിമ പ്ലാന്റ്സുകൾ. അതിൽ ഒരുപാട് ചെറിയ റേറ്റിൻ്റെ പ്ലാന്റ്സുകളുണ്ട്. 150 മുതൽ 200, 250 ഒക്കെ പ്ലാന്റ്സുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചെറിയ റേറ്റിൻ്റെ പ്ലാന്റ്സ് ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ തന്നെ വാട്സപ്പ് ചെയ്ത് ചോദിക്കുക. അതിൻ്റെ ഡീറ്റെയിൽസ് ഇട്ട് തരുന്നതായിരിക്കും. ഇപ്പോൾ നമുക്ക് 300 അതിൻ്റെ എബോ റേറ്റുള്ള പ്ലാന്റ്സുകൾ നോക്കട്ടോ. കഴിഞ്ഞ വീഡിയോയിലെ പ്ലാന്റ്സുകൾ തന്നെയാണ് അധികവും. കുറച്ചൊക്കെ പുതിയത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ബിദാതിരിയാണ് കേട്ടോ ഫസ്റ്റ്. റെഡ് ബിദാതിരി. ഇത് 450 മുതൽ അവൈലബിൾ ആണ് കേട്ടോ. ചെറിയ പ്ലാന്റുകളുണ്ട് 450ൻ്റെ 700, 750 അങ്ങനെയാണ് റേറ്റ് വരുന്നത്. വലിയ പ്ലാന്റിന് 700, 750 ആണ് കേട്ടോ. പിന്നെ സിൽവർ ലൂണൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ. ഇത് 300, 350 റേറ്റിൽ വരുന്ന പ്ലാന്റ്സുകളാണ്. പിന്നെ വന്നിട്ടുള്ളത് ഡയമണ്ട് പിങ്കിൻ്റെ ഒരു 300ൻ്റെ പ്ലാന്റ് ഉണ്ട്. അതുപോലെ ഗ്രീൻ ഫ്രോസൺ ഉണ്ട്, നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആട്ടോ 300ൻ്റെ. അതുപോലെ 10 ക്യാരറ്റ് ഉണ്ട്, 2 ഷൂട്ടുള്ള. വൈറ്റ് ലെഗസി ഉണ്ട്. റെഡ് പനാമ ഉണ്ട് കേട്ടോ. 300, 350ക്ക് വരുന്ന റെഡ് പനാമ ഉണ്ട്. പിന്നെ വന്നിരുന്നത് വൈറ്റ് കിറ്റിയാണ് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് വൈറ്റ് കിറ്റി. ഫുൾ വൈറ്റിലേക്ക് വരുന്നത്. ഇത് 350 മുതൽ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ വരുന്നത് പ്രക്കായിപ്പെറ്റിൻ്റെ പ്ലാന്റ് ആട്ടോ. ഇതും 350 മുതൽ അവൈലബിൾ ആണ്. വലിയ പ്ലാന്റ്സിന് 400, ബുഷി പോട്ടിന് 700, 750 ആണ്. പിന്നെ വന്നിട്ടുള്ളത് അന്തിനീൻ്റെ ഒരു വലിയ പ്ലാന്റ് ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് അന്തിനി 350. അതിൻ്റെ തന്നെ ബുഷി പോട്ട് ഉണ്ട്. ഇതിൽ ഷൂട്ടില്ല, അതിൽ ഷൂട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇത്. പിന്നെ വന്നിട്ടുള്ളത് ആംബറിൻ്റെ ഒരു പ്ലാന്റ് ഉണ്ട്. അതുപോലെ ഗ്രീൻ ഇതുണ്ട്, ഗ്രീൻ ബോളിൻ്റെ പ്ലാന്റ് ആണ് ഇതൊക്കെ. ഇത് 250ൻ്റെ ആണ് കേട്ടോ ഗ്രീൻ ബോളിൻ്റെ. അതിൻ്റെ തന്നെ കുറച്ചുകൂടി വലിയ പ്ലാന്റ് ആണിത്. അതുപോലെ റെഡ് വൈൻ ഉണ്ട് 300, 350 റേറ്റിന്. പിന്നെ വന്നിട്ടുള്ളത് ബുഷി പോട്ടുകളാണ്. ഇതിൻ്റെ സിംഗിൾ ഷൂട്ട് വേണമെങ്കിൽ അങ്ങനെയും വാങ്ങാം. സൂപ്പർ വൈറ്റ് ഉണ്ട് 250 ആണ്. ഇത് ബുഷി പോട്ടാണ്. അതുപോലെ ബ്ലാക്ക് ലെഗസി കേട്ടോ. ഇത് നല്ലൊരു ഭംഗിയുള്ള വെറൈറ്റി പ്ലാന്റ് ആണ്. ഇത് 200 മുതൽ അവൈലബിൾ ആണ് കേട്ടോ. നല്ല ഭംഗിയുള്ള വെറൈറ്റി പ്ലാന്റ് ആണ്. അതുപോലെ സിൽവർ ലൂണിൻ്റെ ബുഷി പോട്ട് ഉണ്ട്. ടിങ്കിൾ എന്ന് പറഞ്ഞൊരു പ്ലാന്റ് ആണ്. ഇതിൻ്റെ ബുഷി പോട്ട് ഉണ്ട്. റെഡ് പനാമ, അതുപോലെ പീക്കോക്ക് ആട്ടോ. നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റി പ്ലാന്റ് ആണ് കേട്ടോ. ഗ്രീൻ പീക്കോക്കാണിത്. അതിൻ്റെ പ്ലാന്റ് ഉണ്ട്. റൈസ് ലീഫ്, അതുപോലെ കൊച്ചിൻ പീച്ച്, തായ് ഫ്രോസൺ, ഇത്രയും പ്ലാന്റ്സുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ നമ്മുടെ അടുത്ത് മറ്റൊരുപാട് പ്ലാന്റ്സുകളുണ്ട്. എല്ലാം വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കാൻ പറ്റൂല. കലാത്തിയ വെറൈറ്റീസ് ഉണ്ട് ഒരുപാട്. പിന്നെ ഫ്ലവറിങ് പ്ലാന്റ്സുകളുണ്ട്. അതുപോലെ നല്ല നല്ല പുതിയ ക്രീപ്പർ വെറൈറ്റികളുണ്ട്. ഫിലോഡൻഡൻ വെറൈറ്റീസ് ഉണ്ട്, എപ്പീഷ്യ, അങ്ങനെ കുറേ പ്ലാന്റ്സുകളുണ്ട്. കലാത്തിയൻ്റെ കോംബോ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ കാറ്റലോഗ് ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ വന്ന് ഹായ് വിട്ടാൽ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഇതിലേതെങ്കിലും പ്ലാന്റ്സുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുത്തയക്കാം. ഇനി കാറ്റലോഗ് നോക്കി അങ്ങനെയും സെലക്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.